ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നാച്ചസ് വീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചെറുപഴം കൊണ്ടൊരു ഡ്രിങ്കാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണിത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ചൂട് സമയമായത് കാരണം കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ ഇതുപോലൊരു വലിയൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് പഴം ഒക്കെ തൊലി കളഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുപഴം എടുക്കുമ്പോൾ അത് പാളയംതുടം പഴം എടുക്കാൻ നോക്കുക. നമ്മൾ ഏത്തപ്പഴത്തിലൊന്നും ഇത് ചെയ്യില്ല, ഇതുപോലത്തെ ചെറുപഴത്തിലാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ തൊലിയൊക്കെ മാറ്റി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 2 മിനിറ്റ് കൊണ്ട് നമുക്കത് വേഗം ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ പഴം എടുക്കുന്ന അളവനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു വിസ്ക് കൊണ്ട് നമ്മൾ ഇതുപോലെ ഇതൊന്ന് നല്ലതുപോലെ ഒരു സ്പൂണായിരുന്നാലും മതിയാകും, എല്ലാം ഒന്ന് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. അപ്പോൾ കട്ടയില്ലാതെ ഇതുപോലെ ഉടച്ചെടുത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ കിടന്നാൽ കുഴപ്പമില്ല, നമുക്ക് ചെറിയ രീതിയിൽ കടിക്കാനും കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ശർക്കര പാനിയാണ്. ശർക്കര പാനി നല്ലതുപോലെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതിനെയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിക്കുള്ള ശർക്കര പാനിയാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ടുള്ള മധുരം കിട്ടും. ഇനി നമ്മളിതിൽ ബാക്കിയും കൂടെയൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ അതാണ്ട് ഇതുപോലെ ഇതിന് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നല്ലതുപോലെ ആ പഴത്തിലോട്ട് യോജിച്ച് കിട്ടുന്ന രൂപത്തിലാക്കി എടുത്തതിന് ശേഷം ഇനി നല്ല തേങ്ങാപ്പാലാണ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ആവശ്യം. പശുവിൻ പാലല്ല, തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു കുറച്ച് തേങ്ങ എടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് പാലെടുത്ത് വയ്ക്കുക. ഇതുപോലെ ഇതിലോട്ട് ചേർത്ത് ഇതുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ അത് അധികം വെള്ളമൊന്നും ചേർത്ത് അത് വെള്ളം പോലെയുള്ള തേങ്ങാപ്പാൽ എടുക്കാതെ കുറച്ച് കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡ്രിങ്കിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങാപ്പാലിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ ഇതിൽ നമുക്ക് ശർക്കരയ്ക്ക് പകരം കരിപ്പട്ടി ഉരുക്കി ചേർക്കാവുന്നതാണ്. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പഞ്ചസാരയിൽ കൂടുതൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഴത്തിൻ്റെ അളവ് നിങ്ങൾ തേങ്ങാപ്പാലും ശർക്കരയും എടുക്കുന്ന അളവനുസരിച്ച് ചേർക്കാം. കുറച്ചുകൂടി കട്ടി വേണമെങ്കിൽ കുറച്ചുകൂടി പഴം ചേർക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിയിൽ കുറച്ച് കട്ടി കുറഞ്ഞാണെങ്കിൽ നിങ്ങൾ അതുപോലെ കുറച്ച് പഴം ചേർത്താൽ മതിയാകും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.